അതിനിതാ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 10 ബ്രെഡ് എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തത് വലിയ ബ്രെഡാണ്, അതുകൊണ്ട് ഞാൻ 10 എടുത്ത്. ചെറുതാണെങ്കിൽ ഒരു 15 ഒക്കെ എടുക്കാം. പിന്നെ അതിനനുസരിച്ചിട്ട് മുട്ടൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ 10 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതാ ഞാൻ ബ്രെഡെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. കിടിലനാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഗ്ലാസ് പാല് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാല് വേണം കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കരുത്. പാല് വേണം. പാല് ഒരു ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കായ ഒഴിവാക്കുക. 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ടയാണ് ഇതിൽ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ മുട്ടൻ്റെ എണ്ണ അങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ ലൂസാകും വേണ്ട. വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാവും. ഇത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. അപ്പോൾ 4 മുട്ട ഞാനിതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടല്ലോ, നമ്മൾക്ക് നോമ്പിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും നോമ്പിനൊക്കെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്, കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. ഇപ്പോൾ ഞാൻ മുട്ട 4 അതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൂടുതലും മധുരം ഇവിടെ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ മധുരം കുറച്ചാണ് അങ്ങനെ ചേർത്ത്. എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾക്ക് ഒട്ടും തൈര് ഇല്ലാതെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. തൈര് തീരെ പാടില്ല. നല്ല പോലെ തന്നെ നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒട്ടും തരില്ലാതെ തന്നെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് ഒഴിച്ചിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് തൂക്കി കൊടുക്കണേ. ഇതുപോലെ തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യൊന്നാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് എല്ലാ ഭാഗത്തും പാനിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ബാറ്ററി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററി പാനിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കാം. നല്ല പെട്ടെന്ന് ഇനി ഫ്ലെയിം കൂടിപ്പോകും, അങ്ങനെ അടി കരിഞ്ഞ് പോകുമെന്നുണ്ടെങ്കിൽ അടിയിലൊരു തട്ട് വെച്ച് കൊടുത്താലും മതിയേ. ഇപ്പോൾ ഇതാ ഞാനിതിൽ കുറച്ച് മുന്തിരും അതുപോലെ തന്നെ നട്ട്സുകൾ നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, മുന്തിരി മാത്രം മതി. എന്നിട്ട് ഇതാ ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമ്മളൊന്ന് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആക്കണേ. അടി കരിഞ്ഞ് പോകും, മുട്ടയൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും ഇതാ ഹാഫ് ഇങ്ങനെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഒന്ന് ചെറുതാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട്. നെയ്യും കൂടി പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പാനിലുള്ള ഈ ഒരു കേക്ക് മറ്റേ പാനിലേക്ക് അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം, മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ ഞാനിങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ആ പാനിൽ നിന്ന് ഈ പാനിലേക്ക് ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾക്കൊന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ അതാ നമ്മളെ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് റെഡിയാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ, കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല കിച്ചണിൽ ബ്രെഡും മുട്ടയും പാലും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പോളയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.